Hello students, welcome back to Bosco Campus Vision. So in this session we are going to discuss about the various types of e-commerce. As we know, the word e-commerce refers to a variety of online business activities for products and services. The key feature of e-commerce is that business is done without any direct physical contact. സോ പ്രോഡക്ട്സിനെയും സർവീസസിനെയും റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കീ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും തന്നെ വരുന്നില്ല. എല്ലാ ട്രാൻസാക്ഷൻസും ഓൺലൈനായിട്ട് തന്നെ ആയിരിക്കും നടക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ടൈപ്സ്, ഇ കോമേഴ്സ് ക്യാൻ ബി ഡിസ്കസ്ഡ് മെയിൻലി അണ്ടർ ടു ഹെഡ്സ് based on the parties involved and based on the technology involved. So we have the types of e-commerce mainly discussed under two heads based on the parties involved and based on the technology involved. So in this session we are going to discuss in detail about the types of e-commerce based on the parties involved. So on the basis of parties involved, different types of e-commerce are business to consumer, business to business, consumer to consumer, consumer to business, business to employee, business to government, and peer-to-peer e-commerce. So coming to the first one, we have business to consumer, also known as B2C e-commerce. When an individual buys items from a shop using the internet and the entire transaction is carried out electronically, we call it business to consumer. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഇ കൊമേഴ്സ് ആണ്. അതായത് നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ്. സോ ഓൺലൈനായിട്ടൊരു ബിസിനസ് ഓർഗനൈസേഷനും ഒരു കൺസ്യൂമറും നടത്തുന്ന ഒരു ട്രാൻസാക്ഷനാണ് ഈ ബിസിനസ് ടു കൺസ്യൂമർ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും. കൺസ്യൂമർ വെബ്സൈറ്റിൽ ഓർഡർ കൊടുക്കും. വെബ്സൈറ്റിൽ നിന്നും ബിസിനസ് ഓർഗനൈസേഷൻ വഴി ഓർഡർ പ്രോസസ്സിംഗ് ആവും. അവർക്ക് കൺഫർമേഷൻ തിരിച്ച് വെബ്സൈറ്റ് വഴി ലഭിക്കും. അതിനുശേഷം ബിസിനസ് ഓർഗനൈസേഷൻ സ്ട്രെയിറ്റ് പ്രോഡക്റ്റ് കസ്റ്റമറിന് സപ്ലൈ ചെയ്യും. സോ ഈ ഒരു ആക്ടിവിറ്റിയാണ് ഈ B2C ഇ കൊമേഴ്സിൽ നടക്കുന്നത്. ആൻഡ് ദ ഷോപ്പ് വിച്ച് ട്രാൻസാക്ട് ബിസിനസ് യൂസിങ് ദ ഇൻ്റർനെറ്റ് ആർ കോൾഡ് ബൈ വേരിയസ് നെയിംസ് സച്ച് ആസ് ഇ ഷോപ്പ്, വെർച്വൽ സ്റ്റോർ, .com ഷോപ്പ്, സൈബർ ഷോപ്പ് എക്സെട്ര. സോ ഇങ്ങനെ ഓൺലൈനായിട്ട് ബിസിനസ് നടക്കുന്ന പല ഷോപ്പുകളെയും വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞതെല്ലാം. ആൻഡ് ദീസ് കമ്പൈൻഡ് ബ്രിക്ക് ആൻഡ് മോർട്ടാർ ബിസിനസ്സസ് ആർ ഓൾസോ നോൺ ആസ് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് കമ്പനീസ്. സോ അവരെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ട്രഡീഷണലും മോഡേണുമായിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ് യൂസ് ചെയ്യുന്ന കമ്പനീസിനാണ് ബ്രിക്ക് ആൻഡ് ക്ലിക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. സോ B2Cൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ Amazon.com, Monster.com, IRTC.co.in ഇതെല്ലാം നമ്മുടെ B2C ടൈപ്സ് ഓഫ് ഇ കോമേഴ്സിൽ വരുന്ന കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ഹൗ ഡസ് എ B2C വർക്ക്സ്. നമുക്കറിയാം, നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ കയറുമ്പോൾ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുമാണ് ഈ B2C വർക്കിങ്ങിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വിസിറ്റിംഗ് ദ ഓൺലൈൻ ഷോപ്പ്. സെക്കൻഡ് വൺ കസ്റ്റമർ രജിസ്ട്രേഷൻ ആണ്. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയോ സൈൻ ഇൻ ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പ്രോഡക്റ്റ് സെലക്ഷൻ ആൻഡ് പർച്ചേസ്. വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, അത് ഓർഡർ ചെയ്യുക. അതിനുശേഷം ഓർഡർ പ്രോസസ്സിങ്. ഓർഡർ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തത് കമ്പനി ഒന്ന് പ്രോസസ്സ് ചെയ്ത് അത് അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ നൽകും. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് പേയ്മെൻറ്റ് പ്രോസസ്സിങ്. പർച്ചേസ് ചെയ്ത സാധനത്തിന് എന്തായാലും കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ COD വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ ഡെബിറ്റ് കാർഡ്സ് വഴിയോ ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തും. അതിനുശേഷം നമുക്ക് ഷിപ്പിംഗ് കൺഫർമേഷൻ വരും. അഡ്രസ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഷിപ്പിംഗ് കൺഫർമേഷൻ വരും. പിന്നെ നേരിട്ടുള്ള ഷിപ്മെൻറ്റ് ആൻഡ് ഡെലിവറി ആയിരിക്കും. ദെൻ ആഫ്റ്റർ സെയിൽ സർവീസ്, അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ തരും. അവർ നമ്മളെ അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും ഓരോ പ്രോഡക്ട്സിനെയൊക്കെ വെച്ചിട്ട്. സോ അതാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ബേസിക്കലി ഹൗ എ B2C ഇ കൊമേഴ്സ് വർക്ക്സ്. So next we have business to business or B2B e-commerce. It is the largest form of e-commerce in which businesses focus on selling to other businesses. So ഈ ഒരു ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബയറും സെല്ലറും ബിസിനസ്സുകൾ തന്നെയാണ്. In B2B e-commerce, a company conducts its trading and other commercial activity through the internet and the customer is another business itself. സോ ഒരു ബിസിനസ് ഓൺലൈൻ വഴി മറ്റൊരു ബിസിനസ്സിന് സാധനങ്ങൾ
ട്രാൻസാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ B2B ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാവും. ഒരു ഹോൾസെയിലർ കാണും. ആ ഹോൾസെയിലർ വഴി നമ്മൾ വെബ്സൈറ്റിൽ കൂടെ ഓർഡർ കൊടുക്കും. ആ ഓർഡർ സെല്ലറായ ബിസിനസ് ഓർഗനൈസേഷൻ പ്രോസസ്സ് ചെയ്ത് കൺഫേം ആക്കി നൽകും. അതിനുശേഷം സെല്ലറായ ബിസിനസ് ഓർഗനൈസേഷൻ ആ ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് ഹോൾസെയിലറിന് എത്തിക്കും. ഹോൾസെയിലർ പിന്നെ അത് നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കും. മെയിനായിട്ട് ഈ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഒക്കെയാണ് ഈ B2B ബിസിനസ് ടൈപ്പ് ഓഫ് ഇ കൊമേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാരുതി ഉദ്യോഗ്, ടെൽക്കോ, ബജാജ് ഓട്ടോ എന്നീ കമ്പനീസ് ഒക്കെയാണ്. നെക്സ്റ്റ് വി ഹാവ് ദ വർക്കിംഗ് ഓഫ് എ B2B e-commerce in detail. A B2B e-commerce is buyer driven rather than seller driven. സോ ഇതൊരു ബയർ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ടിപ്പിക്കൽ പർച്ചേസ് സൈക്കിൾ ഇൻ B2B is given below. ആ ഒരു പർച്ചേസ് സൈക്കിൾ പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ ബയർ ഡിറ്റർമിൻസ് ദ റിക്വയർമെൻറ്റ്സ്, ഫിക്സ് സ്പെസിഫിക്കേഷൻസ്, പ്രിപ്പയർ ദ റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ആൻഡ് സെർച്ച് ഫോർ പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ്. And second step, the buyer submits the request for quotation and invites potential suppliers to respond. And in the third step, suppliers obtain the request for quotation for processing. And fourth step, interested suppliers bid for the request. The buyer and the supplier can negotiate the bid online. സപ്ലയേഴ്സ് ആ പ്രോഡക്റ്റിൻ്റെ വില പറയും. ബയേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ബിഡിങ് നടത്താവുന്നതാണ്. And the final step is finally the buyer select the best bid and complete the purchase. ബയറിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ബിഡ് എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ആ പർച്ചേസ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ദിസ് ഈസ് ഹൗ എ B2B ഇ-കൊമേഴ്സ് വർക്ക്സ്. നെക്സ്റ്റ് വി ഹാവ് കൺസ്യൂമർ ടു കൺസ്യൂമർ ഓർ C2C ഇ-കൊമേഴ്സ്. In C2C e-commerce, consumers sell products or services to other consumers via online advertisements and auctions. So in this type, with the help of a website, a consumer sells products to another consumer. So diagramil adu clear aanu. We have two ends. In one end there is a customer to sell the product, and in the other end there is a customer to buy the product, and they connect each other through a website. Consumers can post items for sale in the website and the other consumers bid to purchase it. The website charges a fee for commission. The website acts as a place for consumers to meet. So this is the process which takes place in a C2C e-commerce, and this C2C e-commerce is also known as citizen to citizen e-commerce. And some examples of the C2C e-commerce include OLX.com, eBay.com, etc. Next we have consumer to business or C2B e-commerce. In C2B, consumers offer products and services to companies. This enables the buyers to name their price for the product. സോ ഈ ഒരു കേസിൽ ജസ്റ്റ് ഒരു റിവേഴ്സ് പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് ഒരു കസ്റ്റമർ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് കയറിയതിന് ശേഷം അവിടെ ഒരു നമ്പർ ഓഫ് സെല്ലേഴ്സ് കാണും ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ കസ്റ്റമറാണ് ആ ഒരു സർവീസിൻ്റെ അല്ലെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. കസ്റ്റമർ അയാൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ആ ഒരു പ്രൈസ് മെൻഷൻ ചെയ്യും. ആ പ്രൈസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്ത് പിന്നെ അവർ തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. The website collects the demand bids and then offer the bids to participating sellers. മെയിനായിട്ടൊരു റിവേഴ്സ് ഓപ്ഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് കസ്റ്റമേഴ്സ് ആണ് ഇവിടെ പ്രൈസ് തീരുമാനിക്കുന്നത്. അതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സെല്ലേഴ്സ് അവരുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തും. മെയിൻലി ഈ എയർലൈൻ ടിക്കറ്റ്സ്, കാർ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇ-കൊമേഴ്സിൽ ഏർപ്പെടുന്നത്. So reverseauction.com, priceline.com are examples of C2B e-business model. priceline.com എന്ന് പറയുന്നത് എയർലൈൻ ടിക്കറ്റ്സ് ഓൺലൈൻ വിൽക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഇവിടെ ഒരു കസ്റ്റമറിന് ബെസ്റ്റ് പ്രൈസിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വി ഹാവ് ബിസിനസ് ടു എംപ്ലോയി ഓർ B2E e-commerce. This is an intra-business activity which allows companies to provide products and services to their employees. The B2E network is used to automate employee-related activities like online insurance, online supply request, etc. This is commonly known as intranet. സോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ ബിസിനസ് ഓർഗനൈസേഷനും എംപ്ലോയീസുമായിട്ട് നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിനെയാണ് നമ്മൾ B2E e-commerce എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രാനെറ്റ്
as it is limited to the internal part of an organization. സോ എംപ്ലോയീസിന് കൊടുക്കുന്ന ഓൺലൈൻ ഇൻഷുറൻസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി പേയ്മെൻറ്റ്സ്, ഇതെല്ലാം ഈ ഒരു B2E ഇ-കൊമേഴ്സിൽ വരുന്ന ഐറ്റംസ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ബിസിനസ് ടു ഗവൺമെൻറ് ഓർ B2G ഇ-കൊമേഴ്സ്. E-commerce between companies and the government or the public sector is usually referred as business to government e-commerce. It means the use of internet for licensing procedures, public requirement and other government related operations. സോ ഒരു ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിൽ നടക്കുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ B2G ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ അതുവഴി മെയിനായിട്ടും ഒരു ബിസിനസ്സിൻ്റെ ലൈസൻസിങ് പ്രൊസീജിയേഴ്സ്, ടാക്സ് പേയ്മെൻറ്റ്സ് ഇതെല്ലാം ആണ് നടക്കുന്നത്. The size of B2G e-commerce portion is insignificant in the total e-commerce volume. So compared to the other types of e-commerce, B2G e-commerce is relatively a small type of e-commerce. നമ്മുടെ ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി, അതായത് ഭീം ആപ്പൊക്കെ ഈ ഒരു B2G ഇ-കൊമേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണ്. നെക്സ്റ്റ് വി ഹാവ് പിയർ ടു പിയർ ഓർ P2P e-commerce. Peer-to-peer technology enables internet users to share files and computer resources directly without the help of a central web server. Commercial application of P2P e-commerce is very rare. P2P is also known as people-to-people e-commerce. So, ഒരു സെൻട്രൽ വെബ് സെർവർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറി ഇല്ലാതെ 2 or more പേഴ്സൺസിന് ഫയൽസും റിസോഴ്സസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടെക്നോളജിയാണ് നമ്മൾ പിയർ ടു പിയർ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇല്ലീഗൽ ഡൗൺലോഡിങ് ഓഫ് മ്യൂസിക്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൽ വരുത്തുന്ന എഡിറ്റിങ്സ്, ഇതൊക്കെ ഒരു സെൻട്രൽ വെബ് സെർവറിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറിയുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇ-കൊമേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് പീപ്പിൾ ടു പീപ്പിൾ ഇ-കൊമേഴ്സ്. So these are the various types of e-commerce based on the parties involved. Hope all are clear with the topic. In the next session, we will deal with the types of e-commerce based on the technology involved. So, thank you.